കയ്യിലെ ഓടക്കുഴൽ കേവലം ഒരു സംഗീതോപകരണം മാത്രമല്ല, അത് ഭഗവാന്റെ പ്രണയത്തിൻ്റെയും ആത്മീയതയുടെയും പ്രതീകം കൂടിയാണ്. ഈ ഓടക്കുഴലിൻ്റെ പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു മുളങ്കൂട്ടത്തിൻ്റെ അരികിലെത്തി. അവിടെ പലതരം മുളകൾ നിന്നിരുന്നു. ഭഗവാൻ അതിലൊന്നിനെ നോക്കി ചോദിച്ചു, എനിക്ക് നിന്നെ കൊണ്ട് ഒരാവശ്യമുണ്ട്, ഞാൻ നിന്നെ മുറിച്ചോട്ടെ? ആ മുള വിനയത്തോടെ പറഞ്ഞു, ഭഗവാനെ, അങ്ങ് എന്നെ കൊണ്ട് എന്തു വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ അങ്ങയുടേതാണ്. ഭഗവാൻ ആ മുളയെ മുറിച്ചെടുത്തു. അതിൽ 8 സുഷിരങ്ങളുണ്ടാക്കി. ആ മുളയ്ക്ക് ഇത് വലിയ വേദനയുണ്ടാക്കിയെങ്കിലും ഭഗവാന്റെ കരങ്ങളിലായതിനാൽ അത് എല്ലാം നിശബ്ദം സഹിച്ചു. ഭഗവാൻ അതിനെ ഒരു ഓടക്കുഴലാക്കി മാറ്റി. മറ്റു മുളകൾ അത് കണ്ട് അസൂയപ്പെട്ടു. അവർ ആ ഓടക്കുഴലിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഭഗവാൻ നിന്നെ മാത്രം എപ്പോഴും കൂടെ കൂട്ടുന്നത്? അവിടുത്തെ അധരങ്ങളിൽ ചുംബിക്കാനുള്ള ഭാഗ്യം നിനക്ക് എങ്ങനെ കിട്ടി? അപ്പോൾ ഓടക്കുഴൽ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ ഉള്ളിലെ സകല അഹങ്കാരങ്ങളും ശൂന്യമാക്കി. എൻ്റെ ആഗ്രഹം എന്ന് പറയാൻ എനിക്കൊന്നുമില്ല. ഭഗവാൻ എന്നിലേക്ക് ഊതുന്ന ശ്വാസം മാത്രമാണ് എൻ്റെ ഉള്ളിലൂടെ സംഗീതമായി പുറത്തു വരുന്നത്. ഞാൻ വെറും ഒരു ഉപകരണം മാത്രമായി ഭഗവാന് എന്നെ തന്നെ വിട്ടുകൊടുത്തു. മനുഷ്യൻ തൻ്റെ ഉള്ളിലെ അഹങ്കാരവും സ്വാർത്ഥതയും മാറ്റിയാൽ ഈ ഓടക്കുഴൽ പോലെ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാകാൻ സാധിക്കുമെന്നാണ് ഈ കഥ പഠിപ്പിക്കുന്നത്. ഉള്ളിൽ ഒന്നുമില്ലാത്ത ശൂന്യമായ ഓടക്കുഴലിലൂടെ മാത്രമേ ഭഗവാന്റെ സംഗീതം ഒഴുകുകയുള്ളൂ. ഈ ഓടക്കുഴൽ വിളി കേട്ടാണ് വൃന്ദാവനത്തിലെ ഗോപികമാരും പശുക്കളും എല്ലാം മറന്ന് ഓടിയെത്തിയിരുന്നത്. ആ സംഗീതം പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഒന്നായിരുന്നു. ഹരേ കൃഷ്ണ.